ഹായ് എവരിവൺ, ഐസ്ക്വയറിലേക്ക് സ്വാഗതം. ഇന്ന് ഐസ്ക്വയറിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് SSLC മാത്തമാറ്റിക്സ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഒരു ടിപ്പാണ്. അപ്പോൾ ഈ ഒരു ടിപ്പ് ഉപയോഗിച്ച് ഈ ചാപ്റ്ററിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അതിനുവേണ്ടി ആദ്യം തന്നെ നമുക്ക് എന്താണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് നോക്കാം. ഏതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ഫോമും ഇങ്ങനെയായിരിക്കും: ax² + bx + c is equal to 0 where a, b, c are real numbers, a not equal to 0. ഇതായിരിക്കും ഏതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെയും ബേസിക് ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഫോമിൽ എന്തെങ്കിലും ഒരു ഇക്വേഷനോ എക്സ്പ്രഷനോ കണ്ടാൽ ഓർത്തോളുക. ഇക്വേഷൻ ആണെങ്കിൽ അത് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്, എക്സ്പ്രഷൻ ആണെങ്കിൽ അത് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലാണ്. അപ്പോൾ ഈ ഒരു കാര്യം എല്ലാവരുടെയും മനസ്സിലുണ്ടായിരിക്കണം. നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ്റെ ബേസിക് ഫോം എങ്ങനെയാണ്? ax² + bx + c = 0. ഇനി x² കോഎഫിഷ്യൻ്റ് ഇവിടെ നിന്ന് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. x² കോഎഫിഷ്യൻ്റ് അഥവാ x² കൂടെ കിടക്കുന്ന ആ നമ്പർ ഏതാണ്? നമുക്ക് ഈസി ആയിട്ട് ഒബ്സർവ് ചെയ്യാം. അത് മറ്റൊന്നുമല്ല, a എന്ന് പറയുന്ന നമ്പറാണ്. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് അഥവാ എക്സിൻ്റെ കൂടെ കിടക്കുന്ന ആ നമ്പർ ഏതാണ്? കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ് എന്ന് പറയുന്നത് നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോഴേ മനസ്സിലാവും b ആണ്. അതുപോലെ തന്നെ കോൺസ്റ്റൻ്റ് ടേം ഏതാണ്? ഇവിടെ c ആണ്. അപ്പോൾ ഈ ഒരു കാര്യം മറക്കാതിരിക്കുക. ഏതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കണ്ടെന്നാലും കോഎഫിഷ്യൻ്റ് ഓഫ് x², കോഎഫിഷ്യൻ്റ് ഓഫ് എക്സ്, കോൺസ്റ്റൻ്റ് ടേം, ഈ മൂന്ന് കാര്യങ്ങളെയും ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റണം. ഫോർ എക്സാമ്പിൾ, ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ് 2x² + 5x + 6 = 0. നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെന്ന് എങ്ങനെയാണ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നത്? നോക്കുക, നമ്മൾ എഴുതിയ ജനറൽ ഫോമിൽ തന്നെയാണ് കിടക്കുന്നത്. നോക്കുമ്പോഴേ മനസ്സിലാവും എല്ലാ കാര്യങ്ങളും ആ ജനറൽ ഫോമിൽ ഉള്ളതുപോലെ തന്നെയാണല്ലേ കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് പറയാം, ഇത് രണ്ടും സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണ്. ഈ തന്നിരിക്കുന്നത് ജനറൽ ഫോമിൻ്റെ ഒരു പർട്ടിക്കുലർ വേർഷനാണ്. അല്ലെങ്കിൽ ജനറൽ ഫോമിൽ എക്ക് 2ഉം ബിക്ക് 5ഉം സിക്ക് 6ഉം കൊടുത്തെന്നാൽ നമ്മുടെ പുതിയ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടും. ഇങ്ങനെ ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ എ എന്താണെന്ന് എഴുതണം. എ എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് x² ആണ്. അത് എത്രയാണ് ഇവിടെ? 2 ആണ്. ബി എന്താണെന്ന് എഴുതണം. ബി എത്രയാ? 5. ആൻഡ് സി എത്രയാണ്? 6 ആണ്. അപ്പോൾ ഇതാണ് ഏറ്റവും ആദ്യം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റേണ്ട കാര്യം. എപ്പോഴും ഓർക്കുക, സ്റ്റാൻഡേർഡ് ഫോമിലേക്ക് ആക്കിയതിന് ശേഷം നമുക്കുള്ള എക്സ്പ്രഷനെ അല്ല ഇക്വേഷനെ ax² + bx + c = 0 എന്നാക്കിയതിന് ശേഷം എയും ബിയും സിയും ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് പറ്റിയെന്നാൽ ഇനി എക്സിൻ്റെ വാല്യൂ ഈസി ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാം. അതിനൊരു ഫോർമുലയുണ്ട്. എന്താ ഫോർമുല? -b ± (b² - 4ac) ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ മുതൽ ഇവിടെ വരെ ഡിവൈഡഡ് ബൈ ഇടണം കേട്ടോ. ചില കുട്ടികൾ പകുതിയൊക്കെ ഇടുള്ളൂ. ഹോൾ ഡിവൈഡഡ് ബൈ ആണ്. മൊത്തം എക്സ്പ്രഷനെ ഡിവൈഡ് ചെയ്യുന്നു ബൈ 2a. ഇതാണ് നമ്മുടെ എക്സ്പ്രഷൻ്റെ ഫോർമുലയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ. എക്സ് എന്ന് പറയുന്നത് -b ± (b² - 4ac/2a). അപ്പോൾ ആരെങ്കിലും ഈ ഒരു എക്സ്പ്രഷൻ ഇതുവരെ കാണാതെ പഠിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോഴേ പഠിച്ചോളുക. കാരണം ഇതില്ലാതെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നിന്നൊരു പ്രോബ്ലം നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റത്തില്ല. ഇനി എങ്ങനെ ഇത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാം എന്ന് നോക്കാം. അതിനുവേണ്ടി സപ്പോസ് ദാറ്റ് എൻ്റെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ഇതാണെന്ന് ഇരിക്കട്ടെ. x² - 5x + 6 = 0. ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ ആണെന്നുള്ളതിൽ തർക്കമില്ല. കാരണം എന്താണ്? ഈ ഇക്വേഷൻ നമ്മൾ ആദ്യം എടുത്ത സ്റ്റാൻഡേർഡ് ഫോമിലാണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. രണ്ടും ഒരുപോലെ ആയിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഉറപ്പിക്കാം ഇത് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറ്റണം എന്തൊക്കെ കണ്ടുപിടിക്കണം? എ എഴുതണം, ബി എഴുതണം, സി എഴുതണം. എന്താ എ ഇവിടെ? എ എന്ന് പറഞ്ഞാൽ x² കോഎഫിഷ്യൻ്റ് ആണ്. അത് 1 ആണല്ലേ ഇവിടെ. ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അത് 1 ആണെന്ന് ഓർക്കുക. ബി എന്ന് പറഞ്ഞാലോ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ആണ്. എത്ര എക്സിൻ്റെ കോഎഫിഷ്യൻറ്റ്? -5 ആണ്. +5 ആണെങ്കിൽ നമ്മൾ വെറുതെ 5 എന്ന് എഴുതിയാൽ മതി. പക്ഷേ -5 ആണെങ്കിൽ -5 എന്ന് തന്നെ എഴുതണം കേട്ടോ. വീണ്ടും കോൺസ്റ്റൻ്റ് ടേം സി എത്രയാണ്? +6 ആണല്ലേ. അപ്പോൾ നമുക്ക് വെറുതെ 6 എന്നങ്ങ് എഴുതിയാൽ മതി. അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? എ കിട്ടി, ബി കിട്ടി, സി കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇത് ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. എന്ത് ചെയ്താൽ മതി? നേരെ നമ്മുടെ ഫോർമുലയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? x = -b എത്രയാ? -5 അല്ലേ. ± (b² - 5) - 4 × a എത്രയാ? 1 × c എത്രയാ? 6
ഡിവൈഡഡ് ബൈ ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എ എത്രയാണ് 1. നോക്കിക്കേ, എല്ലാ കാര്യങ്ങളും നമ്മൾ അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മൈനസ് ബി -5 ആയതുകൊണ്ട് എന്ത് വന്നു? മൈനസ് ഓഫ് -5 എന്ന് വന്നു. ബി സ്ക്വയർ മൈനസ് 4ac -5ൻ്റെ സ്ക്വയർ -4 ഇൻറ്റു 1 ഇൻറ്റു സി 4ac ഡിവൈഡഡ് ബൈ 2. എല്ലാ കാര്യങ്ങളും നമ്മൾ അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നേരെ ഉത്തരം കണ്ടുപിടിച്ചാൽ മതി കേട്ടോ. എങ്ങനെ കിട്ടും? x ഈക്വൽ ടു മൈനസ് ഓഫ് -5. എന്താ? മൈനസും മൈനസോട് ഗുണിച്ച് കഴിയുമ്പോൾ പ്ലസ് ആവും അല്ലേ? അപ്പോൾ ഇതെന്താവും? +5 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് -5ൻ്റെ സ്ക്വയർ എന്താ? -5ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ -5 ഇൻറ്റു -5 എന്നാ. മൈനസും മൈനസോട് ഗുണിക്കുമ്പോൾ പ്ലസ് ആവും. 5 ഇൻറ്റു 5 25 ആവും അല്ലേ? 25 മൈനസ് 4 ഇൻറ്റു 6 എത്രയാണ്? 24 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 2 ആണല്ലേ? ഇത്രയും കിട്ടി. ഈക്വൽ ടു 5 പ്ലസ് ഓർ മൈനസ് 25 മൈനസ് 24 എത്രയാണ്? 1 ആണ്. സ്ക്വയർ റൂട്ട് ഓഫ് 1 ഡിവൈഡഡ് ബൈ 2. ഇപ്പോഴും പല കുട്ടികൾക്കും ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. സിമ്പിളാണ്. ഇപ്പോൾ നമുക്ക് കിട്ടിയേക്കുന്നത് എക്സ് ആണല്ലേ? അപ്പോൾ എക്സ് ഈസ് ഈക്വൽ ടു 5 പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് 1 എന്ന് പറയുന്നത് 1 തന്നെയാണ്, ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ഇനി ചെയ്യേണ്ടത് നമ്മൾ ഈ പ്ലസ് ഓർ മൈനസിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം? സിമ്പിളാണ്. ഇത്രയേ ഉള്ളൂ. എക്സ് ഈക്വൽ ടു 5 പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 എന്നും രണ്ടാമത്തതിനെ എക്സ് ഈക്വൽ ടു 5 മൈനസ് 1 ഡിവൈഡഡ് ബൈ 2 എന്നും എഴുതുക. നോക്കിക്കേ, പ്ലസ് ഓർ മൈനസിനെ നമ്മൾ 2 ഇക്വേഷനാക്കി മാറ്റി സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഒന്ന് പ്ലസ്സും ഒന്ന് മൈനസും. 5 പ്ലസ് 1 എത്രയാണ്? 6/2 ഓർ എക്സ് ഈക്വൽ ടു 5 മൈനസ് 1 എത്രയാണ്? 4 ഡിവൈഡഡ് ബൈ 2. എക്സ് ഈക്വൽ ടു 6/2 3 ആണ്. ഓർ എക്സ് ഈക്വൽ ടു 4/2 2 ആണ്. അപ്പോൾ എക്സിൻ്റെ 2 വാല്യൂസ് കിട്ടി. ഏതൊക്കെയാണ്? ഒന്നുകിൽ എക്സ് 2 ആകും, അല്ലെങ്കിൽ എക്സ് 3 ആകും. അങ്ങനെ നമുക്ക് 2 വാല്യൂസ് ഉത്തരമായിട്ട് കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഒരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യേണ്ടത്. ഈ ഒരു ഫോർമുല കാണാതെ പഠിച്ചാൽ മാത്രം മതി ഏതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് ഈസി ആയിട്ട് എങ്ങനെയാണ് ഇക്വേഷൻ വെച്ച് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യേണ്ട, ഫോർമുല വെച്ച് സോൾവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ നിങ്ങൾക്കൊരു ഹോംവർക്ക് തരാം. ഹോംവർക്ക് ഇതാണ്: സോൾവ് x² മൈനസ് 12x പ്ലസ് 32 ഈക്വൽ ടു 0. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എക്സിൻ്റെ വാല്യൂസ് കിട്ടുന്നവർ അത് കമൻ്റ് ആയിട്ടിടുക. ഞാൻ ചെക്ക് ചെയ്ത് പറയാം കറക്റ്റ് ആണോ തെറ്റാണോ എന്ന്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഈ ഹോംവർക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഈ വീഡിയോ കാണുമ്പോഴോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കമൻ്റായിട്ട് അറിയിച്ചാൽ മതി. അതും റെക്ടിഫൈ ചെയ്യപ്പെടുന്നതായിരിക്കും. എന്താണെങ്കിലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.